Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗും ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പോകുന്നത് നോക്കിയയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഓഫറിംഗ് ആയ നോക്കിയ C01 Plus ആണ്. അപ്പോൾ നോക്കിയ എടുത്ത് ഒരുപാട് സ്മാർട്ട് ഫോൺസ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ 10,000 രൂപയ്ക്ക് താഴെ ഇറക്കിയിരുന്നു. നമ്മളതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഈ ഡിവൈസ് വളരെ അഫോർഡബിൾ ആണ്. 5,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. വളരെ ബേസിക്കും എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഒരു ഒക്ടോകോർ പ്രോസസ്സറാണ്. യൂണിസോക്കിൻ്റെ ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. അതേപോലെ 2GB റാമും 16GB സ്റ്റോറേജുമാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ബേസിക് ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഗോ എഡിഷനാണ്. 2 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പാച്ചസും പ്രോമിസ്ഡ് ആണ്. അതേപോലെ തന്നെ ഒരു എൻട്രി ലെവൽ ഇപ്പോൾ നമ്മൾ പ്രൈസ് സെഗ്മെൻ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫോണിൻ്റെയും പ്രൈസ് കൂടിയുണ്ട്. 5,000, 6,000 രൂപയ്ക്ക് ഉണ്ടായിരുന്ന ഫോൺ ഇപ്പോൾ 7,000, 8,000 രൂപയ്ക്കായി. 8,000-ൻ്റെ 10,000 ആയി. അങ്ങനെ എല്ലാ ഫോണിൻ്റെയും പ്രൈസ് കൂടിയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ഫോൺസ് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതൊക്കെ പറഞ്ഞായിരുന്നു പ്രൈസ് റൈസിൻ്റെ കാര്യം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ എന്നുള്ളതിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡീസൻറ്റ് ഓഫറിംഗ് ആണ്. 5,999 രൂപയ്ക്ക് ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ലാഗും ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. 2GB റാമേ ഉള്ളൂ. ഈവൻ 16GB സ്റ്റോറേജ് ഉള്ളൂ. അതൊരു തീർച്ചയായിട്ടും ഒരു പോരായ്മയാണ്. എങ്കിൽ പോലും നമ്മളൊരു സെക്കൻഡറി സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ എന്നുള്ളതിലേക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് നോക്കിയ C01 Plus. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ഹാൻഡ്സ് ഓണുമാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നോക്കിയ C01 Plus. അപ്പോൾ ഇത് വളരെ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5,999 രൂപയാണ്, വെറും 6,000 രൂപയാണ്. അപ്പോൾ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്മാർട്ട് ഫോണായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ നോക്കിയ C01 Plus. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഫോർ 1 year അവൈലബിൾ ആണ്. 2 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആൻഡ് പാച്ചസ്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ബഡ്ജറ്റ് ഫോണും ഇത്രയും കാലമൊന്നും അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറില്ല. ഇൻഫാക്ട് ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിലൊന്നും അപ്ഡേറ്റ്സ് വരുന്നത് തന്നെ വളരെ റെയറാണ്. ഇവിടെ നമുക്ക് 2 വർഷത്തെ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു വളരെ എൻട്രി ലെവലായ സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷനാണെന്ന് പറയാം. കാരണം ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണിൻ്റെയും വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം തന്നെ 6,000, 7,000 ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 7,000, 8,000 ആയി. 8,000 ഒക്കെ 9,000, 10,000 ആയി. കാരണം സ്മാർട്ട് ഫോൺ പ്രൈസിങ് ഓൾറെഡി ഗ്ലോബലി ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ കൂടെ എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഇത് കുഴപ്പമില്ലാത്ത ഒരു സ്മാർട്ട് ഫോണാണെന്ന് പറയാം. കാരണം ആൻഡ്രോയിഡ് 11 ഗോ എഡിഷനാണ്. കുറേ കൂടെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതേപോലെ സ്റ്റോറേജ് യൂസേജും വളരെ കുറവാണ്. പിന്നെ ഓൾ ഡേ എൻ്റർടൈൻമെൻറ്റ്, അതായത് 5.45 inches HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ട്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ HD+ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3000 mAh കപ്പാസിറ്റി ബാറ്ററി. പിന്നെ റിമൂവബിൾ യൂണിബോഡി ബാക്ക് കവർ, മൈക്രോ ടെക്സ്ചർ, എൻഹാൻസ്ഡ് ഗ്രിപ്പ് ചെയ്യും. പിന്നെ ഫ്രണ്ട് ക്യാമറയും റിയർ ക്യാമറ 8 ഉം 5 MP വളരെ ബേസിക് ആയ ഒരു ക്യാമറ വരുന്നത്. പിന്നെ 4G LTE വോൾട്ടി സപ്പോർട്ട് ഉണ്ട്. 1.6 GHz ഒക്ടോകോർ പ്രോസസ്സറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് എന്താ പറയുക സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു യൂണിസോക്ക് പ്രോസസ്സറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിസോക്ക് പൊതുവെ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിനൊക്കെ യൂസ് ചെയ്യുന്നത്. 1.6 GHz ആണ് ക്ലോക്ക് സ്പീഡ്. യൂണിസോക്ക് SC9863A ആണ് ഇതിൻ്റെ പ്രോസസ്സർ. ഇതിനകത്ത് 2GB ഓഫ് റാമും 16GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 16GB ഒക്കെ ഇപ്പോൾ ആക്ച്വലി യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാലല്ല. പക്ഷേ എങ്കിലും നമ്മളൊരു ഫോൺ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സ്മാർട്ട് ഫോൺ, അതേപോലെ തന്നെ നമുക്ക് ബേസിക് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണായിട്ട് നമുക്ക് വേണ്ടി കരുതാം. അതായത് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒന്നുമില്ല എങ്കിലും ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ എന്നുള്ള നിലയ്ക്ക് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു പ്രൈസ് കൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലതാണ്. നമ്മളിനി ഫോൺ പുറത്തെടുത്താലേ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സ് ഒന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോൺ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നോക്കിയ C01 Plus. ഇതിനകത്ത് നോച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് പഴയ 18:9 ആസ്പെക്ട് റേഷ്യോ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ബാക്ക് പാനലിൻ്റെ അതുണ്ട്, നല്ലൊരു പാറ്റേൺ ഫിനിഷാണ് വരുന്നത്. നോക്കിയയുടെ ബ്രാൻഡിങ് കാണാം. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ക്യാമറയാണ്. 8 MP ക്യാമറയാണ് വരുന്നത്. ബാക്കിൽ ഒരു സ്പീക്കർ കാണാം. ഇതുണ്ടല്ലേ, ഒരു സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയ ബ്രാൻഡഡ് കാണാം. പിന്നെ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കേണ്ടത്. നല്ലൊരു പാറ്റേൺ ഫിനിഷാണ്. വളരെ സ്മൂത്ത് അല്ല, ഇൻഫാക്റ്റ് നല്ലൊരു ഫിനിഷ് ഉണ്ട് ആക്ച്വലി. അത് കൈ കൊണ്ട് തൊടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ടെക്സ്റ്റേഡ് ഫിനിഷാണ്. അതുകൊണ്ട് നല്ല ഗ്രിപ്പും കിട്ടും. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും കാണാം. പിന്നെ ഇതിൻ്റെ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് പാനൽ ആക്ച്വലി റിമൂവ് ചെയ്യാം. പഴയ ഫോൺസൊക്കെ പോലെ നമുക്ക് ഇതിൻ്റെ ബാക്ക് പാനൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ,
അപ്പോൾ നമുക്കിവിടെ 2 സിം കാർഡ് സ്ലോട്ട് കാണാം. ഇതുണ്ടല്ലേ, SD കാർഡ് സ്ലോട്ടും സിം കാർഡ് സ്ലോട്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെക്കൻഡറി സിം കാർഡും കാണാം. ഇവിടെ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 4G LTE VoLTE ഒക്കെ സപ്പോർട്ടഡ് ആണ്. നമുക്ക് ബാക്കി എന്തൊക്കെ ഫോൺ ബോക്സിനകത്ത് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു പ്രൊഡക്റ്റ് സേഫ്റ്റി ഗൈഡും എന്താ പറയുക ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഗൈഡുമാണ് വരുന്നത്. പിന്നെ ഒരു അഡാപ്റ്ററാണ്, വളരെ ബേസിക്കായ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു USB കേബിളാണ്, മൈക്രോ USB ആണ് കൊടുത്തിരിക്കുന്നത്. USB Type C അല്ല, മൈക്രോ USB ആണ്, കാരണം ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയതുകൊണ്ട് ഇതാ വരുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന ഒരു ബാറ്ററിയാണ്, ഒരു 3000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബാറ്ററി ഇതിനകത്തേക്കൊന്ന് ഇടാം, ഫോണിനകത്തൊന്ന് ഇട്ടിട്ട് നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഇപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു 5.45 inches HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതൊരു ട്രഡീഷണൽ ഡിസ്പ്ലേ ആണ്. നമുക്കിവിടെ നോച്ചോ അങ്ങനെ ഇതൊന്നുമില്ല. ഒരു 18:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഡിസ്പ്ലേ ആണ്. ആക്ച്വലി ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ല ടച്ച് റെസ്പോൺസും ഉണ്ട്, അതേപോലെ തന്നെ റെസ്പോൺസ് ടൈമും നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ഈ ഒരു 6000 പ്രൈസ് സെഗ്മെൻറ്റിന് വേണ്ട ഒരു ഡിസ്പ്ലേക്ക് ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ നല്ലതാണ്. പിന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞത് നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് കിട്ടുന്നത്. ഒരു ബഡ്ജറ്റ് ഫോണാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, കണ്ടത് നല്ലൊരു സോളിഡ് ഫിനിഷാണ് വരുന്നത്. ഒരു 8 MP ക്യാമറ, ഇവിടെ നമുക്കൊരു സെൽഫി ക്യാമറ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ 5 MP സെൽഫി ക്യാമറ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇത് ആൻഡ്രോയിഡ് ഗോ എഡിഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിൽ പോകാം. വേണ്ടില്ലേ, നമുക്ക് ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. ഗോ എഡിഷൻ ആണെങ്കിൽ പോലും ബേസിക് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡാർക്ക് മോഡൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫോണിൻ്റെ റെസ്പോൺസ് ടൈം എനിക്കൊന്നും കുഴപ്പമില്ല. നമുക്ക് കണ്ടില്ലേ, ജസ്റ്റ് ചെറിയൊരു ഡിലേ ഉണ്ടാവും, കാരണം വെറും 2GB RAM അല്ലേ വരുന്നുള്ളൂ. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ആപ്സൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് സെറ്റിങ്സ് ഒന്നും കൂടെ എടുക്കാം. കണ്ടില്ലേ, കുഴപ്പമില്ലാത്ത രീതിയിൽ അബൌട്ട് ഫോണിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് പോകാം. ആൻഡ്രോയിഡ് 11 ആണ്, ഗോ എഡിഷനാണ് വരുന്നത്. 2GB of RAM ആണ് വരുന്നത്. അതേപോലെ നമുക്ക് അപ്ഡേറ്റ്സ് 2 years of അപ്ഡേറ്റ്സ് ആൻഡ് സെക്യൂരിറ്റി പാച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഒരു അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കാരണം പൊതുവെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ് ഒന്നും തന്നെ അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് 6000 രൂപേൻ്റെയൊക്കെ ഫോണുകൾ ഒരു അപ്ഡേറ്റ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യില്ല. നമുക്കിവിടെ 2 വർഷത്തെ അപ്ഡേറ്റ്സ് ആണ് നോക്കിയ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്യാമറ ഒന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ. വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇതാണ് വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് വീഡിയോ റെസൊല്യൂഷൻ ഫ്രം ദ റിയർ ക്യാമറ ഫുൾ HD ഉണ്ട്. ആക്ച്വലി ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ HD ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ല. അതായത് ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിന് വേണ്ട ഒരു ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് ബാക്കി എന്തൊക്കെ വരുന്ന നോക്കാം. ഫോട്ടോ മോഡുണ്ട്, പോർട്രേറ്റ് മോഡുണ്ട്, പാനറോമ ഉണ്ട്, പിന്നെ ടൈം ലാപ്സ് ഓപ്ഷൻസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെൽഫി ക്യാമറ. അപ്പോൾ നമുക്ക് ഒരു 2-3 ഫോട്ടോസും കൂടി എടുത്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എനിക്കൊന്ന് ഒരു ആവറേജ് ക്വാളിറ്റി, അതായത് ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിന് വേണ്ടി ഒരു ആവറേജ് ക്വാളിറ്റിയൊക്കെയാണ് ഇതിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരു ബേസിക് ഫോൺ എന്നുള്ള നിലയ്ക്ക് എനിക്കൊന്ന് അക്സെപ്റ്റബിൾ ക്വാളിറ്റിയാണ്, വലിയൊരു എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട, ഒരു ആവറേജ് ക്വാളിറ്റിയാണ് വരുന്നത്. ഇനി 3000 mAh കപ്പാസിറ്റി ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് എനിക്കൊന്ന് അത്യാവശ്യം ഭേദപ്പെട്ട പെർഫോമൻസ് കിട്ടും. കാരണം ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും ഒരു 5.45 inches ഡിസ്പ്ലേയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് എന്താണെങ്കിലും നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നോക്കിയ C01 Plus എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ. അപ്പം ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ടോട്ടലി വേർത്താണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ എന്നുള്ളതിലേക്ക്, അതായത് ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ നമ്മൾ ബേസിക്കായ കുറച്ചൊരു എൽഡർലി പീപ്പിളിലൊക്കെ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു ഫോണാണ്. കാരണം വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. അപ്ഡേറ്റ്സ് ഉണ്ട്, അതേപോലെ ഇതിൽ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല റെസ്പോൺസ് ഉണ്ട്. ആൻഡ്രോയിഡ് ഗോ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും. കാരണം ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിനാണ് ആൻഡ്രോയിഡ് ഗോ വരുന്നത്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് OS ആണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഭേദപ്പെട്ട ഫീച്ചേഴ്സൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ എന്നുള്ള നിലയ്ക്ക് 5999 രൂപ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു പ്രൈസിംഗ് ആണ് നോക്കിയ ഇത്തവണ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നോക്കിയ C01 Plusൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day.